അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് സ്നാപ്സൈറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുക, കാറ്റഗറി എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുക, സബ് കാറ്റഗറി, പിന്നെ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ വേരിയന്റ്. ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഒരു ടീഷർട്ടിൽ തന്നെ മൾട്ടിപ്പിൾ സൈസുകൾ വരുന്നുണ്ട്. ആ ഒരു ടീഷർട്ടിന് മൾട്ടിപ്പിൾ കളറുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടീഷർട്ട് ഒറ്റ പ്രൊഡക്റ്റിന് അണ്ടറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ വേരിയന്റ്, അതായത് സൈസ് ബേസ്ഡ് വേരിയന്റ്, കളർ ബേസ്ഡ് വേരിയന്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രൊഡക്ട്സ് എന്നുള്ള ടാബിലാണ് സ്നാപ്സൈറ്റിന്റെ അഡ്മിൻ സൈഡിൽ ഇതൊക്കെ വരുന്നത്. അപ്പോൾ നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് പോകാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്നാപ്സൈറ്റിന്റെ അഡ്മിൻ സൈഡിലുള്ള പ്രൊഡക്ട്സിലാണ് ഇപ്പോൾ നമ്മൾ അതിലെ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. പ്രൊഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ഒരു കാറ്റഗറി ആഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് കാറ്റഗറി ആണ്. അതിന്റെ അണ്ടറിലാണ് സബ് കാറ്റഗറി വരുന്നത്. അതിന്റെ അണ്ടറിലാണ് പ്രൊഡക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് വരുന്നത്. അതിന്റെ അണ്ടറിലായിരിക്കും വേരിയന്റ്, ഒരു പ്രൊഡക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ വേരിയന്റ്. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഒരു ലെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, അതായത് ആഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് പുതിയ കാറ്റഗറിയാണ് വേണ്ടതെന്നുള്ളത്, അതായത് ഇപ്പോൾ ഒരു ടീഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടീഷർട്ടിന്റെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ടീഷർട്ട് എന്നിട്ട് ആഡ് ചെയ്യുക. സേവ് കാറ്റഗറി എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ടീഷർട്ട് എന്നുള്ള കാറ്റഗറിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമേജ് സെറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു കാറ്റഗറി ഇമേജ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എഡിറ്റ് കാറ്റഗറി ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടീഷർട്ടിന്റെ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ ടീഷർട്ടിന്റെ ഇമേജ് ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യാം, ഗൂഗിളിലൊന്ന് പോയിട്ട് ടീഷർട്ടിന്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ടീഷർട്ട് ഇമേജ്, ഒരു ഇമേജ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ ആ ഒരു ടീഷർട്ടിന് ഇമേജ് കൊടുത്തിട്ട് സേവ് ചെയ്യാം. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മളെ വെബ്സൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ, വെബ്സൈറ്റ് സൈഡിലോട്ട് പോകുന്നെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഗ്ലോബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലാണ് ആ കാറ്റഗറി ഇവിടെ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അണ്ടറിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കാറ്റഗറി സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ കാറ്റഗറിയുടെ ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത ഓപ്ഷൻ സബ് കാറ്റഗറി, അതായത് ഈ ഒരു ടീഷർട്ട് എന്നുള്ളതിൽ എന്തെങ്കിലും സബ് കാറ്റഗറി ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ് കാറ്റഗറി ആഡ് ചെയ്തിടാം. ടീഷർട്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇപ്പോൾ സ്ലീവ് എന്നിട്ടൊരു സബ് കാറ്റഗറി സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, സ്ലീവ്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു സബ് കാറ്റഗറി സെറ്റ് ചെയ്യാം. അപ്പോൾ സബ് കാറ്റഗറി രണ്ട് ടൈപ്പ് ആയിട്ട് സെറ്റ് ചെയ്തതാണ്, സ്ലീവും സ്ലീവ്ലെസ്സും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റിലും സബ് കാറ്റഗറി ആഡ് ചെയ്യണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഒരിക്കലും സബ് കാറ്റഗറി ആഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമില്ല. കാറ്റഗറി ആഡ് ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സബ് കാറ്റഗറി ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് പ്രൊഡക്റ്റ് ആഡ് പ്രൊഡക്റ്റിലോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ കാറ്റഗറി ആഡ് ചെയ്യണം, സബ് കാറ്റഗറി ആഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിലോട്ട് പോവാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, ഓൾ. അപ്പോൾ ഈ ഒരു ഓൾ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റും ഇവിടുത്തെ ഇമേജും മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് എഡിറ്റ് ഓൾ കാറ്റഗറി ലേബൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ഓൾ എന്നുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മാറ്റാം. അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ ലോഗോ ഒക്കെ അവിടെ കൊടുക്കാം. ലോഗോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അടിപൊളിയാവും കാണാൻ. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു ലോഗോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ ഒരു ഗൂഗിളിലെ ലോഗോ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങളെ ലോഗോ ഇവിടെ കൊടുത്തിട്ട് സേവ് കാറ്റഗറി ലേബൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സൈഡിലോട്ട് പോയിട്ട് ഒന്ന് റിഫ്രഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ ഇവിടെ കറക്റ്റ് ഇതേപോലെ നിങ്ങളെ ലോഗോ ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങളെ ബ്രാൻഡിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ അത് നല്ല അടിപൊളിയാവും കാണാനായിട്ട്. നമുക്ക് നമ്മൾ അഡ്മിൻ സൈഡിലോട്ട് തന്നെ പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം നോക്കാം. നമ്മളിപ്പോൾ കാറ്റഗറി ആഡ് ചെയ്ത് സബ് കാറ്റഗറി ആഡ് ചെയ്ത് നമുക്കൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാറ്റഗറി ആണ് ചോദിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ടീഷർട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ സ്ലീവുള്ള ടീഷർട്ട് ആഡ് ചെയ്യാം. പ്രൊഡക്റ്റ് നെയിം ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു റെഡ് ടീഷർട്ട്. പിന്നെ തന്നെ ബാർകോഡ് ഓർ ബാസ്ക്കറ്റ് നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാനൊക്കെ ആണെങ്കിൽ ബാസ്ക്കറ്റ് നമ്പറൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ക്വാണ്ടിറ്റി, അത് എത്ര പീസാണ് ഇതിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത്, അതായത് ഒരാൾ ഒന്ന് ഓർഡർ ചെയ്യുമ്പോൾ എത്ര പീസാന്നുള്ളത്. ടാഗ് എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ
ബെസ്റ്റ് സെല്ലർ ഇട്ട് സ്റ്റോക്ക്, ഇത് നമ്മൾ എത്ര സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ടെന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് 100. അപ്പോൾ 100 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു 10 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു 2 ഒപ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 98 മാറും. അങ്ങനെ ഇതിങ്ങനെ കുറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് 0 ആകുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ്സുകളിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. പിന്നെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി അത് ഹൈഡ് ചെയ്യണോ കമ്മിങ് സൂൺ ആണോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവിടെ ഷോ തന്നെ കൊടുക്കുന്നുണ്ട്. പ്രൈസ് സെറ്റ് ചെയ്യാം, പ്രൈസ് ഒരു 1100 കൊടുക്കാം അല്ലെങ്കിൽ 1200 കൊടുക്കാം. ഓഫർ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതായത് ഇവിടെ ഈ സ്റ്റാർ ഇട്ട് കാണുന്ന ഫീൽഡുകളാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഓഫർ പ്രൈസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഓഫർ പ്രൈസ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ഓഫർ പ്രൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാക്സ് പെർസെൻറ്റേജ് എന്തെങ്കിലും അങ്ങനെ കൊടുക്കാം, നിർബന്ധമില്ല, കാരണം ഇതിൻ്റെ ഇവിടെ സ്റ്റാർ ഒന്നുമില്ല. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ChatGPT പോയിട്ട് എടുക്കാനും പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ വെറുതെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. വെരി കംഫർട്ടബിൾ ടീഷർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഇമേജ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റെഡ് ടീഷർട്ടാണ്, റെഡ് ടീഷർട്ട് ഇമേജ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ നല്ല ഇമേജസ് എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ നല്ല ഇമേജ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ വെബ്സൈറ്റിൻ്റെ അപ്പിയറൻസ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതിൽ കാണാനില്ല, വേറെ ഇമേജ് ഡൗൺലോഡ് ചെയ്തു. സേവ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് റിഫ്രഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയത് ആഡ് ചെയ്ത കാറ്റഗറിയും ആ പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ പറ്റും. റിഫ്രഷ് കഴിഞ്ഞാൽ ടീഷർട്ട് വന്നിട്ട് വന്ന് ആ ടീഷർട്ടിൻ്റെ ഉള്ളിൽ കണ്ട റെഡ് ടീഷർട്ട്, അതിൻ്റെ 1200 പ്രൈസ്, 990 അതിൻ്റെ ഓഫർ പ്രൈസ്, ബെസ്റ്റ് സെല്ലർ എന്നുള്ള ടാഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്ത പോലെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് സൈഡിൽ നിന്ന് ഒരാൾക്ക് ഇനി ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഒന്ന് ഡെമോ ഓർഡർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓർഡർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് അടുത്ത വീഡിയോസിലായിട്ട് ഓർഡറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അതെങ്ങനെയാണ് ഓർഡർ ചെയ്യുക, ഓർഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീൽഡ് വരുന്നുണ്ട്, അതൊക്കെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓർഡറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഓപ്ഷനാണ് നമ്മൾ ഇവിടെ വരുന്നത്. അതായത് കാറ്റഗറി ആഡ് ചെയ്ത്, സബ് കാറ്റഗറി ആഡ് ചെയ്ത്, പ്രൊഡക്റ്റ് ആഡ് ചെയ്ത്. ഞാൻ അടുത്ത് പറയുമ്പോൾ വേരിയന്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇനി വരുന്നത്. അപ്പോൾ വേരിയന്റ് പോയിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള റെഡ് ടീഷർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ടീഷർട്ടിൽ തന്നെ മൾട്ടിപ്പിൾ സൈസും, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ക്ലോത്തിൽ മൾട്ടിപ്പിൾ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ വേരിയൻ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ മാനേജ് വേരിയൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ എന്ത് ചെയ്ത് ആദ്യം സൈസ് ബേസിൽ ആഡ് ചെയ്യണം. സൈസിൻ്റെ ബേസിൽ എന്ത് ചെയ്ത് ആദ്യം സൈസ് ഇതാക്കി സേവ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ടാ ഇനി വേരിയൻ്റ് ടൈപ്പ്, സൈസ്, വാല്യൂ മീഡിയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മോളും സെറ്റ് ചെയ്ത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇനി ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യരുത് ഒരിക്കലും. ഇനി അടുത്തത് നമ്മൾ ഇവിടെ സേവ് വേരിയന്റ് വാല്യൂ, കാരണം വേരിയന്റ് ടൈപ്പ് നമ്മൾ ആഡ് ചെയ്ത് ഇതാണ് വേരിയന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ സൈസ്. വേരിയന്റ് വാല്യൂ നമ്മൾ കൊടുത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, സേവ് വേരിയന്റ് വാല്യൂ നമ്മൾ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് മീഡിയം, സ്മോൾ, 2 വേരിയന്റ്, രണ്ടിന് പ്രൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രൈസ് ചേഞ്ച് ചെയ്യുക, രണ്ടിന് സ്റ്റോക്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ചേഞ്ച് ചെയ്യുക, രണ്ടിന് ഇമേജ് വേറെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതേ ഒരു ഇതിൽ തന്നെ ഞാൻ മെറ്റീരിയൽ ബേസ്ഡ്, അതായത് റെഡ് ടീഷർട്ടിൽ തന്നെ മെറ്റീരിയൽ ബേസ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ കളറ്, ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ പേര് റെഡ് ടീഷർട്ട് എന്ന് കൊടുത്തുകൊണ്ട് കളറിൽ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ വെറും ടീഷർട്ട് എന്നാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കളർ ബേസ്ഡ് വേരിയന്റ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് മെറ്റീരിയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് വേരിയന്റ് ടൈപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മെറ്റീരിയൽ വന്നിട്ടുണ്ടാവും. ഇവിടെ എന്ത് ചെയ്യുക, കോട്ടൺ, അതുപോലെ തന്നെ വേണമെങ്കിൽ പോളിസ്റ്റർ ക്യാപിറ്റൽ വന്നിട്ടുള്ളത് പോളിസ്റ്റർ വന്നിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സേവ് വേരിയന്റ് വാല്യൂ ക്ലിക്ക് ചെയ്ത് പിന്നെ ഏറ്റവും അടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ, മീഡിയം കോട്ടൺ, മീഡിയം പോളിസ്റ്റർ, സ്മോൾ കോട്ടൺ, സ്മോൾ പോളിസ്റ്റർ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും
സ്റ്റോക്ക് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്യാം. ഓരോന്നിൻ്റെ ഇമേജ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു റെഡ് സ്മോൾ ടീഷർട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാം. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ. സേവ് ഇമേജ് സേവ് ചെയ്ത് അത് റെഡ് സ്മോൾ എന്നുള്ളിടത്ത് ഞാൻ ആ ഒരു കുട്ടിയുടെ ഈ സ്മോൾ ഉള്ളതിൽ ഞാൻ ആ കുട്ടിയുടെ ഇമേജ് ആഡ് ചെയ്യാൻ പോകണം. ഒരു വേരിയന്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സേവ് കൊടുത്ത് ഒരു വേരിയന്റിന് മാത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വെബ്സൈറ്റ് സൈഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ ഇവിടെ തന്നെ കണ്ടോ 4 വേരിയന്റിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് സൈസ് ബേസ്ഡ് സ്മോൾ എടുക്കുക. അപ്പോൾ സ്മോളിൽ ഞാൻ സ്മോൾ കോട്ടൺ എന്നുള്ളതിനാണ് ഞാൻ ഇമേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ വെബ്സൈറ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ ഞാനൊരു ഇമേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്മോൾ കോട്ടൺ എന്നുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ സ്മോൾ കോട്ടൺ എന്നുള്ള കോമ്പിനേഷൻ ഞാൻ സെറ്റ് ചെയ്തപ്പോൾ ഈ കുട്ടർ ഇമേജ് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ ഡിഫോൾട്ട് ഇമേജസ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഓരോന്നിനും ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഓരോ വേരിയന്റിന്റെ ഇമേജസ് സെറ്റ് ചെയ്യുക, അതിന്റെ സ്റ്റോക്ക് സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു വേരിയന്റ് മാത്രം ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹൈഡ് ചെയ്യാം. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് മാറ്റിയിട്ട് 0 ആക്കി കഴിഞ്ഞാലാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കുക. അപ്പോൾ ഞാൻ മീഡിയം കോട്ടൺ എന്നുള്ളത് ഞാൻ സ്റ്റോക്ക് 0 ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ മീഡിയം കോട്ടൺ സോൾഡ് ഔട്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുക, അതിൻ്റെ വേരിയന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര വളരെ എളുപ്പമാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് മാനേജ് പ്രൊഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. കാറ്റഗറി കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് വരുത്താൻ പറ്റും. സബ് കാറ്റഗറി ആഡ് ചെയ്തത് അത് എഡിറ്റ് വരുത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് വരുത്താനും അതേപോലെ തന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇതാ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വേണം. അപ്പോൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ പ്രൊഡക്റ്റ് സോർട്ടിങ്ങിന്റെ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ 3നും. അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ടീഷർട്ടിൽ ഒറ്റ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കോസ്മെറ്റിക്സ് എടുക്കാം തൽക്കാലം. ഇപ്പോൾ കോസ്മെറ്റിക്സിൽ അല്ലെങ്കിൽ പെർഫ്യൂംസ് എടുത്തു കഴിഞ്ഞാൽ പെർഫ്യൂംസിൽ 5 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഡെമോ പ്രൊഡക്റ്റ് 1, 2, 3, 4, 5 ഈ ഒരു ഓർഡറിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ മാറ്റണം എന്നുണ്ടെങ്കിലോ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ പെർഫ്യൂംസ് ആണ് ആദ്യം കിടക്കുന്നത്, കോസ്മെറ്റിക്സ് ആണ്, ടീഷർട്ടാണ്. ഇത് നമുക്ക് ടീഷർട്ട് ആദ്യം ഇടണമെങ്കിലോ, അതായത് നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഏറ്റവും ഫസ്റ്റിൽ കൊടുത്തിടേണ്ടി വരിക. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ, അതായത് പെർഫ്യൂമിൽ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ വരും. അത് തന്നെ പുതിയ കാറ്റഗറി ആഡ് ചെയ്യുമ്പോൾ അടുത്തത് ടീഷർട്ടിന്റെ അപ്പുറത്ത് വരും. പക്ഷെ നമുക്ക് അതിന് ഏറ്റവും ഫസ്റ്റ് കൊടുത്തിടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അടിയിൽ വരുന്ന പ്രൊഡക്റ്റിനെ ഏറ്റവും ആദ്യം കൊടുത്തിടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷന് അതായത് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് കാറ്റഗറി ഒന്ന് അറേഞ്ച് ചെയ്യാം. കാറ്റഗറി അറേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടീഷർട്ടിനെ ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ട് സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മളെ വെബ്സൈറ്റ് സൈഡിൽ പോയിട്ട് വെബ്സൈറ്റ് സൈഡിൽ പോകണമെങ്കിൽ മുകളിലത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാന്നുണ്ടെങ്കിൽ കണ്ടാം ടീഷർട്ടായി ഫസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പെർഫ്യൂംസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ 5ാമത്തെ പ്രൊഡക്റ്റ് ഏറ്റവും ടോപ്പിൽ കൊടുന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഡക്ട്സിൽ പോവാം. പ്രൊഡക്ട്സിൽ അറേഞ്ച് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഏത് കാറ്റഗറിയുടെ പ്രൊഡക്റ്റ് ആണോ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പെർഫ്യൂംസ് അറേഞ്ച് ക്ലിക്ക് ചെയ്യുക. പെർഫ്യൂംസിൽ ഇപ്പോൾ 1, 2, 3, 4, 5 നട്ടം കിടക്കണം. അപ്പോൾ ഈ 5ാമത്തെ പ്രൊഡക്റ്റിനെ, അതായത് ഈ ഒരു ഐക്കണ്ട അവിടെ കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ പിടിച്ച് ഏറ്റവും ഞാൻ ടോപ്പിൽ കൊടുത്തിട്ട്, ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോണാണോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു സാധനത്തുമ്പോൾ പിടിച്ചിട്ട്, അതായത് ഈ ഒരു 6 ഡോട്ടുള്ള അവിടെ പിടിച്ചിട്ട് വേണം ഡ്രാഗ് ചെയ്യാൻ. ഇവിടെ ഒന്നും പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവിടെ തന്നെ പിടിച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യാം. ഇതിന് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി സേവ് ഓർഡർ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പെർഫ്യൂംസ് ഒന്ന് റിഫ്രഷ് ചെയ്യാന്നുണ്ടെങ്കിൽ കാണാം, പെർഫ്യൂംസിൽ ഏറ്റവും ഫസ്റ്റ് ഡെമോ പ്രൊഡക്റ്റ് 5 എന്നുള്ളത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ഇമേജസും കാര്യങ്ങളും സെറ്റ് ചെയ്തിടുക, എന്നിട്ട് പ്രൊഡക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റ് നല്ലൊരു ടോപ്പ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ആണെങ്കിൽ നമ്മളതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി
വെബ്സൈറ്റ്, നല്ല പ്രൊഡക്റ്റ് ഇമേജസ് വെച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ കാണിച്ചു തരാം. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേണീസ് എന്ന് പറഞ്ഞ ഒരു ടീം നമ്മളിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല പ്രൊഡക്റ്റും കാര്യങ്ങളും നല്ല ഇമേജസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, നല്ല ഇമേജസും കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഒരു വെബ്സൈറ്റ് സെറ്റ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മളെ കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ നമ്മളെ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സംശയം കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഓർഡേഴ്സിന്റെ ഉള്ളിലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഓർഡേഴ്സിന്റെ ഉള്ളിലെ ട്യൂട്ടോറിയൽ വീഡിയോ കാണണമെങ്കിൽ ഇതാ ഇവിടെ ഓർഡേഴ്സിൽ പോവുക. ഓർഡേഴ്സിന്റെ അടിയിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ വീഡിയോസ് കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു 3 ബാർ മുകളിലുള്ള ഈ ഒരു 3 ബാർ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഓർഡേഴ്സിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് വീഡിയോ കാര്യങ്ങൾ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.